ശ്രീ ആൻഡോ. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എറിയാനറിയുന്നതിൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ആലോചിച്ചിട്ടില്ലേ, ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ എന്തിനാണ് ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർത്തുന്നതെന്നുള്ളത്. ആ സമയത്താണ് തരൂർ വരുന്നത് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളടക്കം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഊർജ്ജസ്വലനായ ഒരു അധ്യക്ഷൻ കോൺഗ്രസ്സിന് വരികയും അവർ ശക്തമായ രീതിയിൽ കോൺഗ്രസിന് BJPക്കെതിരെ ശക്തമായി പോരാടും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വീരപരിവേഷമാണ്. മല്ലികാർജ്ജുന ഖാർഗെക്കെതിരായിട്ട് ശശി തരൂരിനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് തോന്നുക. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ശശി തരൂരിനെ കോൺഗ്രസ് ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഏത് പോസ്റ്റിൽ നിന്നാണ് വന്നത്? അദ്ദേഹം പോസ്റ്റിന് വന്നതനുസരിച്ചിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു MP സ്ഥാനം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം അതുപോലെ കോൺഗ്രസ് പോലെ ഒരു നാഷണൽ പാർട്ടിയുടെ ഭാഗമായി 4 പ്രാവശ്യം MP ആയി, 2 പ്രാവശ്യം മന്ത്രിയായി. എങ്കിൽ കൂടെ അദ്ദേഹത്തെ പോലെ ഒരാളെ കോൺഗ്രസ് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് എന്ന് പറയുന്നു. ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി മാത്രം നിൽക്കേണ്ട ഒരാളാണോ അദ്ദേഹത്തെ? BJP അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു. BJP ശശി തരൂരിനെ പോലെ വലിയ മുതിർന്ന ഒരാളെ, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം വിശ്വവരെന്ന് പറയുന്ന ഒരാളെ ഉപയോഗിക്കുന്നു എന്നുള്ളതുപോലെ കോൺഗ്രസിന് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയുന്നതിൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറയുന്നത്. എങ്ങനെ ഉപയോഗിക്കേണ്ടത്? എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും ലീഗ് അടക്കം ഘടകകക്ഷികളടക്കം മുൻ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ശശി തരൂരിനെ മുൻനിർത്തി കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാര്യമാണോ? ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? കേരളത്തിൽ ശശി തരൂർ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നു. കേരളം തുടങ്ങി അങ്ങോട്ട് ഇങ്ങ് വരെ നടക്കേണ്ടി വന്നില്ലേ? അങ്ങനെയാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തോട് ചെയ്യേണ്ടിയിരുന്നത്? ഇപ്പോൾ എന്താണ് പറയുന്നത്? ശശി തരൂരിന് ഈ പറഞ്ഞ BJPയിലേക്ക് പോകണമെങ്കിൽ മുൻപ് എത്ര സാധ്യത ഉണ്ടായിരുന്നു? 4 ടേം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ലേ? 6 ടേം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം മന്ത്രിയും കൂടി ആയില്ലേ? 4 പ്രാവശ്യം 2 പ്രാവശ്യം മന്ത്രിയായി. അദ്ദേഹത്തിന് അതിന് ശേഷം BJPക്ക് പോയിക്കൂടെ? അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന്. അദ്ദേഹത്തിന് പോയിക്കൂടായിരുന്നോ? ഇപ്രാവശ്യം പോയ കേന്ദ്രമന്ത്രിയാകത്തില്ലായിരുന്നോ? അദ്ദേഹത്തിന് ചോദിച്ചത് അദ്ദേഹം പോയില്ലല്ലോ. എന്തുകൊണ്ടാണ് പോകുന്നത്? അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ അവഹേളിക്കാവുന്നതിൻ്റെ എത്ര അവഹേളിക്കും. പിന്നെ അദ്ദേഹം തിരിച്ചു പറയുമ്പോൾ മാത്രം ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അദ്ദേഹം തിരിച്ചു പറയുമ്പോൾ അയ്യോ ശശി തരൂർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. കോൺഗ്രസ് തള്ളി പറഞ്ഞ കാര്യമാണത്. അടിയന്തരാവസ്ഥ കാലത്ത് ഈ പറഞ്ഞ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, അടിയന്തരാവസ്ഥ നടക്കാൻ പാടില്ലായിരുന്നു, അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞ കാര്യമല്ലേ? ആ പറഞ്ഞ കാര്യം അദ്ദേഹം പറയുമ്പോൾ എന്താ വിഷമം? അദ്ദേഹം പറയുമ്പോൾ വിഷമം ഉണ്ടാവണം. കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അദ്ദേഹത്തെ ഉയർത്തില്ല. കോൺഗ്രസും അദ്ദേഹത്തിന് ചർച്ച ചെയ്യാൻ വേദി കൊടുക്കില്ല. കോൺഗ്രസും അദ്ദേഹത്തെ ഒരു സ്പോർട്സ് പേഴ്സണെ ഉപയോഗിക്കില്ല. കോൺഗ്രസും അദ്ദേഹത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം സ്വന്തമായിട്ട് വടി തപ്പി കിടക്കുകയാണ്. എവിടെയാണോ വടി കിട്ടുന്നത് ആ വടി മുഴുവൻ എടുത്തിട്ട് എറിയുകയാണ്. ആ ഏറ് മുഴുവൻ കോൺഗ്രസിനാണ്, BJPക്കല്ല, കോൺഗ്രസിനാണ്. ഈ സമയം വരെ ഞാൻ പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണല്ലോ. എന്തിനാ രാഹുൽ ഗാന്ധിൻ്റെ വീടിന് മുന്നിൽ പോയി കാവലിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു മീറ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അവസ്ഥ, വർക്കിംഗ് കമ്മിറ്റി മെമ്പറുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവസ്ഥയാണ് ഈ മീറ്റിംഗ്. അവരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ചർച്ച നടത്തേണ്ടത്. ഈ ശശി തരൂരിനെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുന്നത്? കോൺഗ്രസിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? മോഡിക്കെതിരെയല്ലേ നമ്മൾ പറയുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്? നിങ്ങളുടെ രാഷ്ട്രീയം വെളിപ്പെടുത്തണ്ടേ? ഇങ്ങനെയെല്ലാം ചോദിച്ച് പറ്റിലേ പുറത്താക്കണ്ടേ? ഇത് ഒളിച്ചോടുകയാണ്. ശശി തരൂർ പോകുമ്പോൾ ഇവർ ഒളിച്ചോടും. ശശി തരൂർ സമയം ചോദിക്കുമ്പോൾ കൊടുക്കില്ല. ശശി തരൂർ കൈകാര്യം ചെയ്യാൻ നോക്കുമ്പോൾ സമയം കൊടുക്കില്ല. ശശി തരൂർ മത്സരിക്കാൻ നിങ്ങൾ തന്നെ പറ, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുന ഖാർഗെയാണോ ശശി തരൂരാണോ മത്സരിക്കേണ്ട ആൾ, മത്സരിക്കേണ്ട ആൾ? ഒന്ന് പറ. കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മളൊരു രാജ്യത്തെ ഒരു പ്രധാന പാർട്ടിക്കെതിരെ ശക്തമായി പോരാടുകയാണ്. മോദിക്കൊത്ത ഒരു BJP എന്ന് പറയുന്ന വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രം കോൺഗ്രസിന്റെ രാഷ്ട്രീയം അല്ലാന്ന്. കോൺഗ്രസിലെ ജനങ്ങളുടെ വികാരമാണ് പറയുന്നത്. ഈ കേരളത്തിലെ പ്രധാന ഘടകകക്ഷിയായി ലീഗിന് അറിയില്ല. കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ വരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നല്ല പറയുന്നത്. മല്ലികാർജ്ജുന ഖാർഗെനെ പോലെ ഒരാളായിരുന്നു വേണ്ടതിരുന്നത്. രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ലേ? പ്രിയങ്ക ഗാന്ധി അവിടെ ഇരുന്നില്ലേ? എത്രയോ മുതിർന്ന ചുറിയുറുപ്പുള്ള നേതാക്കൾ ആരോടാ ഫൈറ്റ് ചെയ്ത്? നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷാ രാജ്നാഥ് സിംഗിന് മത്സര രംഗത്തേക്ക് വേണ്ട അധ്യക്ഷ നേതൃത്വത്തേക്ക് വരുന്നില്ല. ഞാൻ പറയുന്നത് ആരാ ഭരിക്കുന്നത് സാറേ? ഇപ്പം ആരാ ഭരിക്കുന്നത്? നെഹ്റു കുടുംബം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണ്ട എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ കാവലിന് വേണ്ടി നിൽക്കുകയാണ്.
അവര് രാഹുൽ ഗാന്ധി പിന്നെ എന്താണ് ശശി തരൂർ മല്ലികാർജ്ജുന ഖാർഗെ ഡേറ്റ് അല്ല ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ ഡേറ്റാണ് ചോദിക്കുന്നത്. ഡെമ്മി സ്ഥാനാർത്ഥിനെ വെച്ച് ഭരിക്കുകയാണ്. അതാർക്കും പറ്റുമെന്നേ, അതാർക്കും പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലെയും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മരണ പോരാട്ടം നടത്തുകയാണ്. ആർക്കെതിരെ? BJP-ക്കെതിരെ. അവർക്ക് ഈ BJP അധികാരത്തിന് താഴെ ഇറക്കി മുന്നേറി വരണം. മുന്നേറി വരുമ്പോൾ എന്താണ്, എല്ലാ വഴികളും ഉപയോഗിക്കേണ്ട ആളുടെ പേര് കോൺഗ്രസ് എന്നാണ്. എല്ലാ വഴികളും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യേണ്ട ടീമിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ്. അതിനെന്താണ്, വഴി അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണെന്ന് പുകച്ച പറയുകയും ആ വർക്കിംഗ് കമ്മിറ്റി മെമ്പർക്ക് ഒരു MP കാണാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്. രാഹുൽ ഗാന്ധി ആരാ? ഒരു MP ആണ്. അദ്ദേഹത്തെ കാണാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ആരാ അന്വേഷിച്ച് നടക്കുന്നത്? ഈ പറഞ്ഞ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കോൺഗ്രസ് പോലെ പ്രസ്ഥാനത്തെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കണ്ടേ? കോൺഗ്രസ് പോലെ പ്രസ്ഥാനത്തിൽ പെർഫോം ചെയ്യാനോ ഏതെങ്കിലും ഒരു നല്ല സംവിധാനം എന്താണ് പാർലമെന്റിൽ പാസ്സാക്കാൻ പോലും പ്രസന്റ് ചെയ്യാൻ പോലും ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നില്ല. ഒരു കാര്യം പോലും ഏൽപ്പിക്കുന്നില്ല. എന്ന് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ രാഹുൽ ഗാന്ധി അനുമതി നിഷേധിച്ചെന്ന് ഓർമ്മ? അതാണ് എന്തൊക്കെ കഴിഞ്ഞ അവസാനം ചോദിക്കാം. വേറെ കാര്യം, കോൺഗ്രസ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാ നിങ്ങൾ രാഹുൽ ഗാന്ധി ഒറ്റ കാര്യം അല്ല, ഒരു പോയിന്റ് പറഞ്ഞു. രാഹുൽ ഗാന്ധി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പറയുന്ന ശശി തരൂർ വളരെ നിഷ്കളങ്കനായിട്ടാണ് പണിയെടുക്കാനാണ് ഈ 2026 ഇലക്ഷനിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ നല്ല രീതിയിൽ അറിയാവുന്ന ആളാണ്. പിന്നെ ആര് ഈ പറയുന്ന ഈ പിന്നെ ശശി തരൂരിന് അവിടെ കേന്ദ്രമന്ത്രിയായിരിക്കാം. ശശി തരൂർ പറയുന്ന പോസ്റ്റ് കിട്ടും. ഇപ്പോഴും കിട്ടില്ല. ഇപ്പോഴും ഇതിലത് നിന്നിട്ടാണല്ലോ പറയുന്നത്. ഇപ്പോൾ ആരാ ഇത്? എവിടെയാണ് ശശി തരൂർ നിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ? വർക്കിംഗ് കമ്മിറ്റി മെമ്പറുടെ ഒരു വാക്ക് എന്താ ഈ വർക്കിംഗ് കമ്മിറ്റി കാണുന്നതിന് പ്രശ്നം? ശശി തരൂരിനെ രാഹുൽ ഗാന്ധിക്കോ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് തരൂർ എന്തൊക്കെ വർക്ക് ചെയ്തു, നടത്തിയ വർക്ക് എന്തൊക്കെയാണ്? അപ്പൊ കോൺഗ്രസ് കളി പറയണം. രണ്ടും കൂടെ കോൺഗ്രസ് പുറത്താക്കണം, അല്ലെങ്കിൽ കൂടെ നിർത്തണം. ഇത് രണ്ടും രാഹുൽ ഗാന്ധി ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാതെ പറയുകയാണ്. നിങ്ങൾ പോയി ശശി തരൂരിനെ പോലെ ഇന്ത്യ അറിയുന്ന, ലോകം അറിയുന്ന ഒരാളെ പുറത്താക്കേണ്ട ഗതികേട് കോൺഗ്രസിനില്ലാന്ന്. എന്തിനാണ് പുറത്താക്കുന്നത്? അദ്ദേഹത്തെ കൂടുതൽ നിങ്ങൾ BJP രാജിവെച്ചാൽ കോൺഗ്രസ് എടുക്കുന്ന കാലല്ലേ? കോൺഗ്രസ് രാജിയോട് BJP എടുക്കുന്നുണ്ട്. അതിനേക്കാളും ഡീസൻ്റ് അല്ലേ ഈ കൂടെ നിൽക്കുന്നവര്? അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത് ഈ G23 ഉണ്ടായിരുന്നല്ലോ, അതിലുള്ള നേതാക്കന്മാർക്ക് എവിടെ പോയി? ഇപ്പം എന്തുകൊണ്ടാ പോയേ? കോൺഗ്രസോട് ചേരാത്തത്? ശശി തരൂർ അവിടെയും വിദഗ്ധനായി, അതിലും മിടുക്കനായി തിരിച്ചു കയറി. മാനചന്ദ്രൻ മാറിയുന്നവരൊക്കെ ഇദ്ദേഹം പോയോ? അതാ പറഞ്ഞത്. പോകാൻ കാരണം എന്താ? ഇദ്ദേഹത്തിന് കോൺഗ്രസ് നന്നാവണമെന്ന് ആഗ്രഹം. ഭയങ്കര ഓപ്പർച്യൂണിസ്റ്റിക് എന്താ ഈ പറയുന്നത്? നന്നാവണം, കോൺഗ്രസ് നന്നാവണമെന്നല്ല, അവരവൻ നന്നാവണം ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ചെയ്തു? കേരളത്തിൽ വന്ന് തള്ളി നോക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് നാണമില്ലല്ലോ, ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞൊരു സർവേ സ്വയമായി കോൺഗ്രസിലെ ശശി തരൂർ മുഖ്യ സ്ഥാനാർത്ഥി ആക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന് കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കൂല എന്ന് ഉറപ്പാണ്. അപ്പം നിങ്ങൾ കോൺഗ്രസ് ആക്കൂല. കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട പിന്നെ AICC പ്രധാനപ്പെട്ട ഒരു പോസ്റ്റും കൊടുക്കൂല, ഒരു കാര്യം ഏൽപ്പിക്കൂല. ഇവരെന്താണ് ഇതൊക്കെ കൊടുക്കുന്ന പാർട്ടി അപ്പുറം ഉണ്ടെന്ന് അത് മനസ്സിലാക്കണം. അത് പറഞ്ഞാൽ മതി, പോണെന്ന് പറഞ്ഞാൽ മതി. അതിനാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ശശി തരൂരിന്റെ തന്ത്രമാണോ ചോദിക്കുന്നുണ്ടല്ലോ. ശശി തരൂരിന്റെ തന്ത്രമാണ്. നിങ്ങൾ പുറത്താക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്താക്ക്. ഇങ്ങനെ പോയിട്ടാണ് സ്മൃതി മേഡം കോൺഗ്രസ് ഇല്ലാതായത്. ഇങ്ങനെ പോയതാണ്. നിങ്ങൾ ഇപ്പൊ കേന്ദ്ര മന്ത്രിസഭയിൽ BJP കേന്ദ്ര മന്ത്രിസഭയിൽ കോൺഗ്രസിൽ എത്ര നേതാക്കന്മാരിരിക്കുന്നറിയോ? ആരായിരുന്നത്? ഈ സോണിയാഗാന്ധിയുടെയും ഈ AK ആന്റണിയുടെയും ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മന്ത്രിസഭയിലിരുന്ന നേതാക്കന്മാർ ഇപ്പോൾ BJP മന്ത്രിസഭയിൽ ഇരിക്കുക. എങ്ങനെയിരുന്നത്? ഇങ്ങനെ ഓരോ സ്വതന്ത്ര കാര്യത്തിന് വേണ്ടി പുറത്താക്കി പോയതാണ്. അധികാരം പോയപ്പോ അങ്ങോട്ട് മാറിയതാണ്. ഏത് അധികാരം കിട്ടാതെ അങ്ങോട്ട് പോയതാണ്. ഒക്കെ നമ്മൾ പറയുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഓരോരുത്തരുടെ കഴിവാണ്. ഒരു ലീഡർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാവരെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ പങ്കം വരുന്നതുകൊണ്ട് ഇതെല്ലാം നടക്കുന്നത്. എന്താ BJP ഒരാൾ പോകാത്തെ?
എന്തേ പോവാത്തെ? അവർ ചർച്ച വരുന്നില്ലല്ലോ. അധികാരമുള്ളതുകൊണ്ട് മാത്രമല്ല 2016 ഈ പിന്നെ ഇത് ഏത് വർഷം BJP അധികാരത്തിൽ വരുന്നത്? 2014 അധികാരത്തിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ BJP അവസരം കേട്ടിട്ടുണ്ടോ? എത്ര വർഷം പോയിട്ടുണ്ട്? അങ്ങനെയല്ല, അമിത്ഷാന്റെ കീഴിലും നരേന്ദ്രമോദിയുടെ കീഴിലും ഈ പറഞ്ഞ രാജ്നാഥ് സിംഗിന്റെ കീഴിലും ഒക്കെ അവർ ഒറ്റക്കെട്ടായി നിന്ന് ഫൈറ്റ് ചെയ്ത് കോൺഗ്രസിനെ താഴെ ഇറക്കി ജയിച്ച് അധികാരത്തിൽ വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ടീം കോൺഗ്രസിലുണ്ടെന്ന്? അങ്ങനെ ടീമിന് ഉണ്ടാക്കിയെടുക്കണമെന്ന്. അതാണ് ലീഡർഷിപ്പ്. ശേഷിയുള്ള അണികളെയും അതിൽ പടന്മാരെ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം എടുക്കേണ്ട ആളാണോ ശശി തരൂർ? ഇടയ്ക്കിടയ്ക്ക് മോദി അല്ല, നിങ്ങൾക്ക് ഇപ്പൊ നാളെ രാവിലെ ശശി തരൂർ പോയി കഴിയുമ്പോൾ വേറൊരാൾ വരും, അത്രേ ഉള്ളൂ. ഇന്നത്തെ ശശി തരൂർ എന്നാണ് ഇപ്പൊ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ അറിയോ? നരേന്ദ്രമോദിയെക്കാളും ഫൈറ്റ് ചെയ്യുന്നേക്കാളും ദേഷ്യമാണ് ശശി തരൂരിനോട്. നരേന്ദ്രമോദി ഇങ്ങനെ നിൽക്കുകയാണ്, കോൺഗ്രസിനെ ഒതുക്കി കൂട്ടി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു പാർട്ടി അപ്പുറം നിൽക്കുകയാണ്. അവരോടില്ലാത്ത ദേഷ്യം ആരോട്? കൂടെ നിൽക്കുന്ന ഒരാളെ പുറത്താക്കാൻ വേണ്ടി കാണിക്കുക. ഇപ്പൊ ശശി തരൂരാണ്. നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ആനശമയാവും, കുറച്ച് കഴിയുമ്പോൾ അടുത്തയാളാവും, അത് കഴിഞ്ഞ് ഓരോരുത്തരെ പുറത്താക്കും. അത് കഴിഞ്ഞ് ഞാനും എന്റെ തട്ടാനും എന്റെ കൂലിപ്പണിക്കാരനും BJP-യിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ സ്തുതിക്കുകയും കോൺഗ്രസിലെ നേതാക്കളെ വല്ലാതെ പുകഴ്ത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, കണ്ണൂരിൽ ഒരു സമര സംഗമം നടത്താൻ പോവാണ്. അതിനകത്ത് കെ സുരേന്ദ്രന്റെ ഫോട്ടോ ഇല്ല. സുധാകരന്റെ ഫോട്ടോ ഇല്ല. സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിന് കാരണം എന്താ? കണ്ണൂരിൽ ജീവൻ കൊടുത്ത് യുദ്ധം ചെയ്ത നേതാവിന്റെ പേര് കെ സുധാകരൻ എന്നാ. മനസ്സിലായോ? അതിനകത്ത് വെട്ടി പുറത്തു കളഞ്ഞു. എന്താണ്? KPCC അധ്യക്ഷനല്ല അദ്ദേഹത്തിനെ വെട്ടിപ്പുറത്താക്കി. എന്നിട്ട് അദ്ദേഹം മുൻകൈ എടുക്കേണ്ടി വന്നു. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ആ ഫോട്ടോയെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത്. ആൾക്കാരെ തഴയുന്ന കാര്യം പറയുന്നത്. ജീവിതാവസാനം വരെ തുടങ്ങിയ കാലം തുടങ്ങി ഈ CPM-നോടും ഈ BJP-നോടും പടവെട്ടി ഈ പറഞ്ഞ രക്തം ഒഴിഞ്ഞ് 5-6 പ്രാവശ്യം വധശ്രമം നേരിട്ട് ഏറും കൊണ്ട് നിന്ന് കണ്ണൂരിൽ കോൺഗ്രസിന് അസ്തിത്വം ഉണ്ടാക്കിയ നേതാവിൻ്റെ പേരാണ് പറയുന്നത്. അവിടെ സമരസംഗമം നടത്തുമ്പോൾ ആ നേതാവിൻ്റെ പേരില്ല. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ശരിയാണെന്ന് ചോദിച്ചാൽ കമ്പാരിസല്ല. അതിന് ഒന്നാമത് നിൽക്കുന്ന ആളുടെ പേര് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അതിന് രണ്ടാമത്തെ ഫോട്ടോ ആരാണ്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മൂന്നാമത്തെ ഫോട്ടോ നേതാവ് എന്താണ്? UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ്. അവിടെ അവർക്ക് അറിയില്ലായിരുന്നു. എത്ര ആൾക്കാരെ പടം അവിടെ അറിയില്ലായിരുന്നു അവർക്ക്. ഇത് അറിഞ്ഞുകൊണ്ടല്ല, കോൺഗ്രസ് നമ്മുടെ വിഷയം അതല്ല. ശശി തരൂര് ആദ്യമായി ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നു, പിടിച്ച് MP ആക്കുന്നു, മന്ത്രിയാക്കുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആളില്ലേ? അവിടുത്തെ കടൽ കച്ചവടം നടത്തിയ ആളല്ല. സംസാരിച്ചതാണ്. ഇങ്ങോട്ട് വന്ന് കോൺഗ്രസോട് 4-5 പ്രധാനമന്ത്രിമാരെ സൈഡിൽ നിർത്തിക്കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന വലിപ്പുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പിടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. അതൊക്കെ ശരി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കോൺഗ്രസിന് കൊടുക്കാവുന്ന എല്ലാ പദവികളും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എന്തായാലും തരൂരിന് കൊടുക്കാൻ പറ്റുക? പ്രതിപക്ഷത്ത് ഇങ്ങനെ തുടരും എന്നുള്ള തോന്നലിലാണ് അപ്പുറത്തേക്ക് അടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. BJP അധികാരത്തിലുണ്ട്, BJP അധികാരത്തിൽ തന്നെ തുടരും. ഇനി ഇത്രയും കാലം ഇനി ഈ പരാജയപ്പെടുന്ന സഖ്യത്തിനൊപ്പം ഒറ്റ കാര്യം ഞാനിത് പറയില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിന് കാരണം എന്താണെന്നറിയോ? ഒരു പ്രാവശ്യം മീറ്റിംഗ് വിളിച്ച് നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാനുള്ള മര്യാദ ഈ പാർട്ടി രാഹുൽ ഈ പുതിയ പുതിയതല്ല ശേഷം കോൺഗ്രസിന്റെ ആളല്ല ഇവിടുത്തെ പ്രതിപക്ഷ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ ACC ചെയ്യുന്ന പോലെ അറിയോ? തന്ത്രമാണ് അത്. പക്ഷെ കോൺഗ്രസിന്റെ വിരുദ്ധത കൊണ്ട് നഷ്ടപ്പെടുന്നതാണ്. ശരി ശരി. Meet the editors.